ഇയാൾ നദിയിലെ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കി അതിലെന്തോ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഉടനെ മറ്റൊന്നും ചിന്തിക്കാതെ നദിയുടെ നടുക്ക് നടന്നു പോകുന്നു. മുങ്ങിപ്പോകുന്നത്ര ആഴത്തിലെത്തിയതും അയാളെ കാണാതാവുന്നു. ഇത് കരയിൽ നിന്ന് കാണുകയായിരുന്നവരെല്ലാം ഷോക്കാവുന്നു. കുറെ നേരമായിട്ടും അയാൾ തിരിച്ചു വരാത്തത് കൊണ്ട് എല്ലാവരും വെള്ളത്തിലിറങ്ങി അന്വേഷിക്കുന്നു. അപ്പോഴും അയാളെ കിട്ടിയില്ല. എല്ലാവർക്കും പേടി തോന്നുന്നു. അപ്പോൾ മറ്റൊരാൾ വന്ന് അയാൾ നദിയുടെ നടുവിലേക്ക് പോയപ്പോഴാണ് കാണാതായതെന്ന് പറയുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അയാൾ ഇനി തിരിച്ചു വരില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു കൈവെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു വരുന്നു. നോക്കുമ്പോൾ നദിയിലേക്ക് ഇറങ്ങിയ അയാൾ കയ്യിൽ എന്തോ എടുത്തുകൊണ്ടുവന്ന് ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ എല്ലാം സ്വർണ്ണമാണ്. ഈ സ്ഥലത്താണ് സ്വർണ്ണമുള്ളതെന്ന് അറിഞ്ഞതും എല്ലാവരും ഹാപ്പി ആവുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ മുഴുവൻ സ്വർണവും കൈക്കലാക്കാൻ ആഗ്രഹിച്ച് എവിടെയൊക്കെ സ്വർണ്ണമുണ്ടെന്ന് അയാളോട് ചോദിക്കുന്നു. അയാൾ ഒരു മാപ്പ് എടുത്ത് എവിടെയൊക്കെ സ്വർണ്ണമുണ്ടെന്ന് അടയാളപ്പെടുത്തുന്നു. നോക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ തന്നെ ഓഫീസർ അയാളെ ഷൂട്ട് ചെയ്യുന്നു. കാരണം തന്നോട് പറഞ്ഞ കാര്യം അയാൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ സ്വർണ്ണമെല്ലാം പങ്കിടേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അയാൾ കൊണ്ടുവന്ന കുഞ്ഞിനെയും ഷൂട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷെ ആ കുഞ്ഞ് ഒരു പൂച്ചയെ പോലെ ചാടിപ്പോയി ഒരു പെട്ടിയുടെ പുറകിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പുറത്തു വരുമ്പോൾ വലിയൊരാളായി മാറിയിരിക്കുന്നു. അത് കണ്ടതും ആ ഓഫീസർ ഷോക്കാവുന്നു. ആക്ച്വലി അവന് ഏത് രൂപത്തിലേക്ക് മാറാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ അയാൾക്കൊപ്പം വന്നത്. അത് മാത്രമല്ല ആ സ്വർണം കണ്ടുപിടിച്ചയാൾക്കും ഒരു സൂപ്പർ പവർ ഉണ്ട്. അയാൾ ഒന്നും സംഭവിക്കാതെ കണ്ണു തുറക്കുന്നു.